ഹായ് ഗൈസ്, എല്ലാവർക്കും സലട്ടിസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഗെയിമിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോണേ AC മിലാൻ്റെ കൂടെയാണ്. നമ്മൾക്ക് കുറച്ച് കട്ട ടീമൊക്കെയാണ്, മെസ്സിയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേഞ്ച് കറക്റ്റ് ആവുന്നുണ്ട്. ഞങ്ങളിൽ കുറച്ച് ദിവസമായി നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മ്യൂസിക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിലിട്ട് താല്പര്യമുള്ളവർ പോയി കാണാം. അപ്പോൾ നമ്മൾ കിക്ക് ഇടുന്നുണ്ട്. ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പന്ത് ഫസ്റ്റ് രാവിലെ നമ്മുടെ കാലിൽ കിട്ടുന്ന സുഖമായി. അതിൽ ട്രിബിൾ ചെയ്ത് പോകാൻ വയ്ക്കുന്നത് ഗൈസ്. മെസ്സി 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 അങ്കർ മെസ്സി വാവ് റെയിൻബോ സ്കിലിഷ. അത് ഗോളാവുക വെച്ചാൽ അവർ എന്നിട്ട് അടി പിഴച്ചു പോയി. ഓൺ ടാർഗറ്റിനെ ട്രൈ ചെയ്ത് പക്ഷെ നടന്നില്ല. അങ്കർ മെസ്സി പറഞ്ഞിട്ട് ഗോളില്ല. റെയിൻബോ അടിപൊളിയായി. അപ്പോൾ പന്ത് വാങ്ങാൻ പോവാം. മെസ്സി കാലില്ല. അവൻ്റെ സ്കില്ല സോറി മെസ്സി കാലിടുക. മെസ്സിക്ക് പന്ത് കിട്ടി. മെസ്സി അങ്കർ മെസ്സി. ഇപ്പോൾ തന്നെ പറയാം, ഞാൻ റൊണാൾഡോ ഫാനാണ്. മെസ്സിനെ ടീമിൽ കിട്ടിയെന്നുള്ളൂ. ലെവൻഡോസ്കി പുറത്ത് കടിച്ചു, കുഴപ്പമില്ല. ജസ്റ്റ് മെസ്സിനെ പോയി. ഞാൻ ഇപ്പോൾ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ റൊണാൾഡോ ഫാനാണ്. മെസ്സിനെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തുന്നുള്ളൂ. പിന്നെ ഗ്രീലിഷിൻ്റെ പൊസിഷനിൽ വേറെ ആരെത്തായിരുന്നു. ഇപ്പോഴാണ് ഗ്രീലിഷ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്കോഡ് ഞാൻ നോക്കി വയ്ക്കിയതാണ്. അപ്പോൾ പന്ത് കാലിട്ടു ആൽബല്ല. അയ്യോ, പന്ത് കിട്ടിയപ്പോൾ തന്നെ പോവാണല്ലോ. വേഗം എടുക്കുക ചങ്ങായി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ടിയാഗോ സ്റ്റാർട്ടർ ഗ്രീസ്മാനെ പാസ് ഗൈസ്. ഞാൻ പാസ് കൊടുക്കാൻ പറ്റണില്ല ഗൈസ്. അവരപ്പം കാലിടാണ്. ഭ്രാന്ത്. റാമോസിൻ്റെ ലെവനോസ്കി നമുക്കത്രേ ഉള്ളൂ. അത് ഫ്രീ കിക്ക് ഭ്രാന്ത്. ഹക്കീമിനെ കൊണ്ട് എടുപ്പിക്കുക ഗൈസ്. ലെവനോസ്കിയുടെ മേത്ത് ഫുള്ള് ചളിയാട്ടെ ഗൈസ്. ഹക്കീമിനെ കൊണ്ട് എടുപ്പിക്കണേ. അയ്യേ, കുഴപ്പമില്ല. കൈ പിടിച്ചില്ല, കുഴപ്പമില്ല. പിന്നെ കിട്ടി. ഫസ്റ്റ് അടി പിന്നെ കാലിനൊക്കെ കിട്ടും ഡ്രീം ലീഗിൽ. അതങ്ങനെയാണ്. ഞാൻ ഗെയിമിൻ്റെ പേര് പറയാൻ വന്നത്. ഇതിൻ്റെ പേരാണ് ഡ്രീം ലീഗ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അടുത്ത് മെസ്സി അങ്കർ മെസ്സി. അയ്യോ ഫ്രീ കിക്ക് ഉണ്ട്. ഹക്കീമിയെ അത് കയറ്റിക്കും. നേരത്തെ എനിക്ക് കയറ്റാൻ പറ്റില്ല. അത് വളച്ചേറ്റിക്കുക ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ AC മിലാനെ ഫസ്റ്റ് ടൈം നമ്മൾ ഫ്രീ കിക്കിലാണ് ഗോൾ അടിച്ചിരുന്നത്. ഫസ്റ്റ് ഗോള് ഹക്കീമി, റൈറ്റ് ബാക്ക് ഹക്കീമിയുടെ ഫ്രീ കിക്ക് ഗോളാണ്. കർവിലാണ് ഗൈസ് കയറിക്കുന്നത്. കർവിങ് ബോള്. കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. തൊട്ടാ ഫോള് ഗൈസ്, തൊട്ടാ ഫോള്. ഹക്കീമിയൊക്കെ തൊട്ടപ്പത്തിന് ഫോള്. നമ്മുടെ ക്യാപ്റ്റനാണ് കേട്ടോ ഹക്കീമിയൊക്കെ ഗോൾ അടിച്ചില്ലെങ്കിലുള്ളൂ പിന്നെ അത്ഭുതം. ഹക്കീമി ഗൈസ്, അതാ പാവം ഹക്കീമിക്ക് കയറ്റാം. പിന്നെ ഹക്കീമിയുടെ പേര് ആരാ വെൽവറുടെ പേര് മനസ്സിലായി. നിങ്ങൾ പോസ്റ്റ് നോക്കി നോക്കി. ഞാൻ പലേൻ്റെ റീപ്ലേസ് നോക്കി. നിങ്ങൾക്ക് പറ്റെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കാണണം വീഡിയോ. അപ്പോൾ സ്റ്റാക്കുള്ള ഒരു മഴത്തെ കാട്ടിലേക്ക് പോയല്ലോ, കവല. അപ്പോൾ നമുക്ക് പന്ത് ഞാൻ വിചാരിച്ചു കിട്ടൂല. അൽബ കട്ട് ചെയ്തുകൊണ്ട് ടാക്കിൾ ചെയ്യേണ്ട അവസ്ഥ വരുന്നു. പക്ഷേ അതൊന്നും വന്നില്ല. കാലിട്ടൊക്കെ ഇപ്പം തന്നെ പന്ത് നമ്മളെ എല്ലാം ഒന്ന് ട്രിപ്പിൾ ചെയ്ത് പോയാൽ മതിയാണ്. വാടക ഗ്രീസ്മാനെ ഞാനും വിചാരിക്കണേല്ലോ കാലുമ്പോൾ കിട്ടുന്നൊന്നും. വീണ്ടും ആരാ റെയിൻബോട്ട് അത് നോക്കാനും പറ്റില്ലല്ലോ, അത് കാണാൻ പറ്റില്ല. ഗോൾ ഗ്രീലിഷ് മുത്ത ആരാ സിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. റൊമേറോയാണ് റെയിൻബോട്ട്. ഗോളിൻ്റെ റിപ്ലൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് അടിച്ചുണ്ടോ. ഹാഫ് ടൈം കേസ്. ഹാഫ് ടൈം ആയിരുന്നു തുടങ്ങാം. അവരെ ഇല്ലല്ലേ. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കാണെങ്കിൽ ഞാൻ അതിനൊക്കെ റെഡി ആയിട്ട് കയറുന്നു. പക്ഷേ മുമ്പിപ്പോയി നായ്ക്കളെ നേരത്തെ പാസിട്ട് കളിക്കാൻ പറ്റി കളിച്ചു. ഗ്രീലിഷ് കൊണ്ട് അടിച്ചോ ഗേസ്. ഞാൻ അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ അടിച്ചൊന്ന് ഇതിൽ പറയേണ്ട അവസ്ഥ വരികയാണ് ഗേസ്. ഞാൻ ചിലപ്പോൾ ഇതാവും ഗേസ്. അത്രയ്ക്കും മലക്കാണ് ഇവർ.
ഞാൻ പിന്നെ കളിയുടെ ഇടയിൽ എന്തായാലും അടിച്ചടിച്ചു പറയും, കാരണം വീഡിയോ ഇടുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇത് ചങ്ങായി ഇടുക്ക് ചങ്ങായിമാരി ഞാനില്ല ഗൈസ്, ഞാൻ കൃത്യമായിട്ട് വെച്ചു കൊടുത്താണ്, അവർക്ക് എടുക്കാൻ വയ്ക്കില്ല. ഇത് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ പറഞ്ഞാൽ ചെയ്യൽ വെച്ചിട്ട് ചിലപ്പോൾ ഗെയിമിൽ എങ്ങനെയെങ്കിലും വല്ലതും ഉണ്ടെങ്കിലോ. മെസ്സിക്ക് ഹെഡർ കുത്താനൊക്കെ അറിയട്ടെ ഗൈസ്. അപ്പോഴും പറയുകയാണ് ഞാൻ റൊണാൾഡോ ഫാനാണ്, അതുകൊണ്ടാണ് മെസ്സിനെ ഹെഡറിനെ പറ്റി കളിയാക്കുന്നത്. രണ്ട് ഇതിഹാസങ്ങളും സൂപ്പറാണ്, ഞാൻ കളിയാക്കൊന്നുമില്ല, മെസ്സിനെ കളിയാക്കൊന്നുമില്ല കേട്ടോ. മെസ്സി ഫാൻസ് ഉണ്ടെങ്കിൽ അടിയിൽ അർജൻറ്റീനയുടെ ഫ്ലാഗ് കമൻറ്റ് ചെയ്യും. അപ്പോൾ മെസ്സിനെ കളിയാക്കലൊക്കെ മെസ്സിനെ നല്ല ഇഷ്ടമാണ്. ഇപ്രാവശ്യത്തെ കോപ്പ് അടിച്ച മെസ്സി അർജൻറ്റീനയാണ്, പാവം മെസ്സി കളിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൊട്ട ഫൗളൊക്കെ ആവണം ഗൈസ്. ലെവൻഡോസ് ഭ്രാന്ത് ടാക്കിൾ ചെയ്തെടുക്കുക എങ്ങനെയാണ്, ടാക്കിൾ ചെയ്യേണ്ട അവസ്ഥ ഒന്നും വന്നില്ല. വെച്ചുകൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഭീമ നോക്കി പോയോണ്ടേക്ക് അമർത്തിയിട്ട് ഓ വാടാ, നമ്മുടെ നല്ല ട്രിബിളിങ് ആട്ടെ ഗ്രീലിഷ്. ഗൈസ് പോസ്റ്റുമ്പോൾ തട്ടിപ്പോയി ഗൈസ്. ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ കണ്ടോ ഗൈസ്. ഒരു മുഖത്ത് കാട്ടിലേക്ക് പോയി ഗൈസ്, ബോർമൊക്കെ അടിച്ചിട്ടാണ് പോയി ഗൈസ്. ലെവൻഡോസ്കിക്ക് ഞാൻ അറിയാം ബി നിൽക്കേണ്ട സീൻ നോക്കിയാണ്. അതുകൊണ്ട് പൊക്കിയിട്ട് ഡിഗ്രിയിൽ ട്രൈ നമുക്ക് ട്രൈ ചെയ്തോക്കാം. ഓ ഗൈസ് തടത്തു, ഗോൾ ഗൈസ്, ഗോൾ വമോസ് അതാരടിച്ച് വെൽവെഡൻ അങ്ങനെ എന്തെങ്കിലും പറയില്ല റയലിൻ്റെ പ്ലെയർ. ഓ അത് സേവ് ചെയ്തു, അടിച്ചു, ബ്ലോക്കായി, അത് രണ്ടാമത് അടിച്ചു, ഗോളായി. ഞാൻ ഇങ്ങനെ നിങ്ങൾക്കും ക്ലിയർ ആവില്ല വെച്ചിട്ടാണ് ഞാനിപ്പോൾ റീപ്ലേ എടുത്ത് കാണിച്ചത്. ഓ അതെങ്ങാനും മേത്തോണ്ടില്ലെങ്കിൽ ഗോളാണ്, ഗോൾ സൂപ്പർ ഗോൾ ഗൈസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ടിയാഗോ സിൽവാനെ കയറ്റിയിട്ട് നമ്മൾ റാമോസിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. റാമോസ് സീന് ബാക്കിയാണ് ഗൈസ്. അപ്പോൾ ഓ വാടാ ജോ അവൻ്റെ പേരൊന്നും കരുതി ഞാൻ നോക്കിയില്ല. ട്രൈ ചെയ്യണം നമുക്ക്, പിന്നെ ട്രൈങ് അങ്ങനെ ഉണ്ടാക്കുക. അയ്യോ എന്താ ഉണ്ടായേ ഷിറ്റ്, അയ്യേ എങ്ങൾക്കാണ് അടിച്ചു, ഞാൻ എൻ്റെ കൈ അറിയാതെ തട്ടിപ്പോയി. ഫ്രീക്ക് അത് ഞാൻ ഇതിപ്പോൾ ഞങ്ങൾ തൊട്ടിട്ട് അറ്റാക്കിന് പോകുന്ന നേരത്തെ ഗൈസ് ഫ്രീ കിക്ക് കൊണ്ടിട്ട് അങ്ങനെയൊക്കെ ആവും. നല്ല ദേഷ്യം വരും, നിങ്ങളും കളിച്ചു നോക്കാം അപ്പം നിങ്ങൾക്കറിയാം. ഓണം നല്ല ഞാൻ അവിടെ ആളുണ്ട് വിചാരിച്ചു, ഞാൻ മറ്റവർക്ക് കൊടുക്കാനാണ് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇതൊരുമാതിരി തൂമ്പിലാലോ, വെറുതെ വന്നിട്ട് ഞാൻ ഇതൊരുമാതിരി. അപ്പോൾ ഈ കളി ജയിക്കാറായില്ല, 3 അടിച്ചിക്കണം, അവർക്ക് എന്തായാലും അടിക്കാൻ പറ്റില്ല. നല്ലത് പാടില്ല അടി അടിച്ചില്ലെങ്കിൽ ഞാൻ മുമ്പിലെടുക്കും. അയ്യേ ആ കീപ്പർ എന്തൊരു ഊമ്പി തരണം കാട്ടിക്കണം വെച്ചിട്ടാ. ആ കീപ്പർ ലെവൻഡോസ്കിനെ മൂഞ്ചിച്ചു ഗൈസ്, ഊമ്പിച്ചു. ഞങ്ങളെന്താ കാട്ടുക, അല്ലേ ഗ്രീസ്മാനെ ആ കോർണർ അടിപൊളി ക്രോസ് കൊടുക്കുക. ആ നായ്ക്കളൊക്കെ എവിടെ നിന്ന് കയറി വരുന്നതാണോ ഗൈസ്. അപ്പോൾ കളിയിൽ നമ്മൾ 3 കൊണ്ട് കഴിച്ച് ഒരു 4-5 അടിക്കേണ്ട അവസരമായിരുന്നു ഗൈസ്. 2 ബാറും തട്ടിപ്പോയത്. കുഴപ്പമില്ല. മാൻ ഓഫ് ദി നമ്മുടെ ഇവന് എന്താണ് വെൽവേർഡ് പേരെന്നറിയില്ല ഗൈസ്, റയലത്തെ പ്ലെയറാണെന്ന് മാത്രം അറിയാം. ഞാൻ സിറ്റി ഫാനാണ്, സിറ്റിയുടെ ആരാധകനാണ്. അപ്പോൾ കളി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. നമ്മുടെ ഹക്കീമിക്ക് പരിക്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ മാറ്റണം, ചേഞ്ച് ചെയ്യണം. അവിടെ മെസ്സിയോ അത് പോരല്ലോ, അതിനാ മാറ്റണം ഗൈസ്. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.